ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഓവർ തിങ്കിങ് ചെയ്ത് കണ്ടുപിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഷെയർ ചെയ്യാൻ വെച്ചു എൻ്റെ കുറച്ച് തോട്ട്സ്. സോ ഞാൻ ഇങ്ങനെ വെറുതെ ടി വി കണ്ടപ്പോൾ ഒരു ആഡ് കണ്ടു. അതിനകത്തൊരു ടൂത്ത് പേസ്റ്റിനെ കുറിച്ച് പറയുകയാണ്. ഡെൻറ്റിസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ഡെൻറ്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റാണ് ഇത് എങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഡെൻറ്റിസ്റ്റിന് എന്താ വേണ്ടത്? നമ്മൾ പല്ലിന് ക്യാവിറ്റി വരണം. ക്യാവിറ്റി വന്നാലേ നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുള്ളൂ, റൈറ്റ്? അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ നമ്മൾ കേൾക്കണം. കാര്യം ഈ റെക്കമെൻഡേഷനിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് നമുക്ക് യാതൊരു പ്രോബ്ലം ഒന്നും വെച്ചിട്ട് നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് പോയി വാങ്ങി ഇത് തിരിച്ച് നമ്മൾ പറയുന്ന യാതൊരു പ്രശ്നമില്ല, നമ്മളിത് ഡെൻറ്റിസ്റ്റിനടുത്ത് പോകണം, ആവശ്യമില്ലല്ലോ. സോ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് തേച്ച പാടുന്ന നമുക്ക് ക്യാവിറ്റി വരില്ല. ലോങ് റണ്ണിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്യാവിറ്റി വരാൻ ചാൻസ് ഇല്ല. ആൻഡ് ഞാനിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കുമ്പോൾ പല വാക്സിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ വാക്സിൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു, എല്ലാ അസുഖങ്ങൾക്കുള്ള മരുന്ന് എല്ലാവരും കണ്ടുപിടിച്ചു. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ അസുഖങ്ങളെ ഇല്ലാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ ഹോസ്പിറ്റലുകാർ എങ്ങനെ അവരുടെ ബിസിനസ് നടത്തും? ആയിരുന്നോ? അതെ. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം, ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ഇതൊക്കെ മാൻമെയ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. അങ്ങനെ എന്തിനാണ് ഇവർ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ വിട്ടിട്ട് ഇങ്ങനെ ഒരു വൈറസിനെ ഉണ്ടാക്കുന്നത് എന്തിനാണെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. വൈറസിന് ഉണ്ടാക്കുന്നതായിട്ട് വാക്സിൻ്റെ ഇത് എന്താ പറയുക, ബിസിനസ് നടത്താൻ, അവർക്ക് പൈസ ഉണ്ടാക്കാൻ. അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ സൊല്യൂഷൻ കൊടുത്തിട്ട് ഓക്കെ നമ്മളാണ് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിയത്, നിങ്ങളിത് വാങ്ങും. അപ്പോൾ പ്രോബ്ലം ഉണ്ടാക്കിയ കാരണം വെച്ചാൽ ചിലപ്പോൾ അവരുടെ ആയിരിക്കും, പറ്റത്തില്ല. ആൻഡ് ഇതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടും. ആൻഡ് പിന്നെ വേറെ ഒരു സംഭവം, കോസ്മെറ്റിക് സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഹെയർ പ്രോബ്ലം ഇല്ല, സ്കിൻ പ്രോബ്ലം ഇല്ല, ഒന്നും ഇല്ലാത്തൊരു ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയും മറ്റേ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് പല 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 പ്രൊഡക്ട്സിനെ കുറിച്ചും ആൾക്കാരിങ്ങനെ പറയുന്നത് കേൾക്കും. അപ്പോൾ നമ്മൾ അടിപൊളിയായിരിക്കും അതെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ച് തേക്കും. ഇത് തേച്ചതിന് ശേഷമായിരിക്കും നമുക്ക് പ്രോബ്ലം വരാൻ തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ആ പ്രോബ്ലത്തിന് വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മളതിൻ്റെ സൊല്യൂഷനായിട്ട് കണ്ടെത്തും. ഇതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ ഇത് നടക്കുന്നത് ഫുൾ മാർക്കറ്റിംഗ് സംഭവമാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഓരോ ദിവസം രാവിലെ എണീക്കുന്നത് തന്നെ പലതരത്തിലുള്ള ആഡ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ്. രാവിലെ എണീക്കുന്നു, പല്ലിയേക്കുമ്പോൾ ടൂത്ത് പേസ്റ്റ്, നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ആഡിൽ കണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവുക. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഇന്നത്തെ ഒരു ആൾക്കാരുടെ ഇടയിൽ നമുക്ക് ഒരു ബ്രാൻഡിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ വിശ്വസിക്കേണ്ടെങ്കിൽ അതിന് ആഡ് ഉണ്ടാവണം. ഈ ആഡൊന്നും കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ടേ ഇല്ലാത്തൊരു സാധനം നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവില്ല. നമുക്കതൊരു സംശയമായിരിക്കും, നല്ലതായിരിക്കും, എനിക്കത്തെ ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെ. ചിലപ്പോൾ ഈ പറയുന്ന ആഡൊന്നും അധികം ചെയ്യാത്ത സംഭവത്തിലായിരിക്കാം ഈ പറയുന്ന ലോങ് റണ്ണിൽ പോകുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നവും വരാത്ത സാധനം. പക്ഷെ നമുക്കത് വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്കത് വിശ്വാസമില്ല, അതിന് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വിശ്വാസമില്ല. കാരണം നമുക്കിത് പൊതുവേ ആൾക്കാരെ ആരും പറഞ്ഞു കേൾക്കാത്തൊരു സംഭവം നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ് സിറ്റുവേഷൻ. എന്താണിത്? This is just all I can do.